രാഹുലിനെതിരായ പരാതിയിൽ തനിക്കെതിരായ ആരോപണങ്ങൾ നിഷേധിച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ഫെനി നൈനാൻ. പച്ചക്കള്ളമാണ് പരാതിയിൽ പറയുന്നത്. അങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടേയില്ല. ഇലക്ഷൻ സമയത്ത് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെന്നും ഫെനി നൈനാൻ പറഞ്ഞു. പച്ചക്കള്ളമാണ് ആ പരാതിയിൽ മുഴുവനായി എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. കാരണം എൻ്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ ഒരു ആരോപണം വന്നിരിക്കുന്നത്. ഞാൻ മനസ്സാൽ അറിയാത്ത ഒരു ആരോപണമാണ് ഇപ്പോൾ എനിക്കെതിരെ ഉയർന്നിരിക്കുന്നത്. ഈ ഇലക്ഷൻ സമയത്ത് കഴിഞ്ഞ കാലങ്ങളിലും ഇലക്ഷൻ സമയമാവുമ്പോൾ വ്യക്തിപരമായി ആക്രമിക്കുവാൻ കഴിഞ്ഞ കാലങ്ങളിലും ഇത്തരം പ്രവർത്തികൾ ഇത്തരം ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇനിയും ഇത്തരം ആരോപണങ്ങൾ വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. പക്ഷേ ഇത്രയും ക്രൂരമായ രീതിയിൽ അതുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബലാത്സംഗ പരാതി നൽകിയ യുവതിക്കെതിരെ സൈബർ ആക്രമണം നടത്തിയവർക്കെതിരെ കേസ്. തിരുവനന്തപുരത്തും ഇടുക്കിയിലും കണ്ണൂരിലുമടക്കം കേസുകൾ രജിസ്റ്റർ ചെയ്തു. അതിജീവിതയെ തിരിച്ചറിയുന്ന ഫേസ്ബുക്ക് കുറിപ്പ് എഴുതിയ അബ്ദുൾ കെ നാസറിനെതിരെയാണ് ഇടുക്കി നെടുങ്കണ്ട പോലീസ് കേസെടുത്തത്. കണ്ണൂരിൽ സുനിൽ മോൻ KM എന്ന ഫേസ്ബുക്ക് പ്രൊഫൈൽ ഉണ്ടാക്കിയ വ്യക്തിക്കെതിരെയാണ് കേസ്. സന്ദീപ് വാര്യരുടെ പോസ്റ്റിലെ വിവരങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതിലാണ് കേസ്. തിരുവനന്തപുരം ശ്രീകാര്യത്തും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കിഫ്ബി മസാല ബോണ്ട് കേസിൽ കിഫ്ബി ചെയർമാനായ മുഖ്യമന്ത്രിക്ക് വ്യക്തമായ പങ്കെന്ന് ED. മുഖ്യമന്ത്രി അധ്യക്ഷനായ യോഗത്തിലാണ് ഭൂമി വാങ്ങാൻ തീരുമാനിച്ചത്. കിഫ്ബി ഡയറക്ടർ ബോർഡ് യോഗത്തിന്റെ മിനിറ്റ്സ് ഉൾപ്പെടുത്തിയാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. മുഖ്യമന്ത്രി ഒപ്പിട്ട ഭൂമി വാങ്ങിയതിന്റെ രേഖകൾ സഹിതമെന്നും ED വ്യക്തമാക്കി. മസാല ബോർഡിലെ മുഖ്യമന്ത്രിക്കുള്ള ED നോട്ടീസ് നാടകമെന്ന് രമേശ് ചെന്നിത്തല. ED നോട്ടീസ് CPM BJP ഡീലിന്റെ ഭാഗമായ നാടകമാണ്. മസാല ബോർഡിൽ അഴിമതി നടത്തിയത് ലാവലിൻ കമ്പനിക്ക് ലാഭമുണ്ടാക്കാനെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. വെച്ച് BJPയും CPM കളിക്കുകയാണ്. ED ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും നോട്ടീസ് അയക്കും. അത് BJP CPMനെ സഹായിക്കാനാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ED ഇല്ല, നോട്ടീസും ഇല്ല, ഒന്നുമില്ല, നടപടിയില്ല. അപ്പോൾ ഇപ്പൊ കൊടുത്തിരിക്കുന്ന നോട്ടീസ് ദുർബലമാകുന്ന ജനവിരുദ്ധത നിറഞ്ഞ ഈ ഗവൺമെന്റിനെയും മുഖ്യമന്ത്രിയെയും സംരക്ഷിക്കാൻ വേണ്ടിയാണ്. ലാവ്ലിൻ കേസുമായി മസാല ബോണ്ടിന് ബന്ധമുണ്ട്. ലാവ്ലിൻ കമ്പനിയിൽ ഷെയറുള്ള CDPQ എന്ന കമ്പനിക്ക് 1000 കോടിയിലധികം രൂപയുടെ ലാഭം ഉണ്ടാക്കിയ ഒരിടപാടാണിത്. EDയുടെ നോട്ടീസ് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, അത് കള്ളത്തരമാണ്. പക്ഷേ മസാല ബോണ്ടിൽ നടന്ന അഴിമതി ഇന്നല്ലെങ്കിൽ നാളെ അന്വേഷിക്കപ്പെടും. അതിന് കുറ്റക്കാരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ ഞങ്ങൾ എല്ലാ പരിശ്രമവും നടത്തും. ഇതെല്ലാം ഒരു കള്ളക്കളിയാണ്. CPMഉം BJPയും തമ്മിലുള്ള അണ്ടർഹാൻഡ് ഡീലാണ്. ഇവർ തമ്മിലുള്ള അന്തർധാരയാണ്. അതുകൊണ്ട് ഈ നോട്ടീസിനെ നിങ്ങൾ ആരും ഗൗരവത്തിലെടുക്കണ്ട. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ റിമാൻഡിൽ കഴിയുന്ന ദേവസ്വം മുൻ പ്രസിഡന്റ് A. പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് മാറ്റി. ജാമ്യാപേക്ഷ ഈ മാസം 8 പരിഗണിക്കും. കൊല്ലം വിജിലൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. മിനിറ്റ്സിൽ ചെമ്പ് എന്നെഴുതിയത് മറ്റ് ബോർഡ് അംഗങ്ങളുടെ അറിവോടെയെന്നാണ് വാദം. ബോർഡിലെ മറ്റംഗങ്ങൾക്കും പങ്കുണ്ടെന്ന തരത്തിലാണ് പത്മകുമാറിന്റെ ജാമ്യഹർജിയിലെ വാദം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം കടകംപള്ളി സുരേന്ദ്രനിലേക്ക് എത്തുമെന്ന് രമേശ് ചെന്നിത്തല. A. പത്മകുമാറിന്റെ മൊഴി കടകംപള്ളിയുടെ പങ്കാളിത്തം എടുത്തു പറയുന്നുണ്ടെന്നും ചെന്നിത്തല പറഞ്ഞു. ഒരു സംശയവും വേണ്ട. അടുത്തത് കടകംപള്ളി സുരേന്ദ്രനായിരിക്കും ജയിലിലേക്ക് പോകേണ്ടി വരുന്നത്. കാരണം പത്മകുമാർ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ. ആ വാർത്തകൾ ശരിയാണെങ്കിൽ, ആ വാർത്തകൾ യാഥാർത്ഥ്യമാണെങ്കിൽ മന്ത്രിമാരിലേക്കും പ്രത്യേകിച്ച് കടകംപള്ളിയിലേക്ക് അന്വേഷണം ചെയ്യും.